നമുക്കിപ്പം അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ സോളമൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു പ്രേക്ഷകന്റെ പ്രതികരണം ഇന്നിപ്പോൾ ലാലേട്ടൻ്റെ പ്രതികരണം ഈ ലാലേട്ടന് തന്നെ പാരയാകുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായി പുറത്തു വരാതെ തന്നെ ഇത്രയധികം ആരോപണങ്ങൾ. അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ പുറത്തു വന്നാൽ എങ്ങനെയായിരിക്കും എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. സാധാരണ നമുക്കറിയാം മോഹൻലാൽ ഇത്തരം വിഷയങ്ങളെയൊക്കെ ഒഴിവാക്കി വിടല പതിവ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മോഹൻലാലിൻ്റെ എല്ലാ ഇൻ്റർവ്യൂവും തുടങ്ങുന്നത്. നിങ്ങൾ എല്ലാ ഇൻ്റർവ്യൂ നോക്കിയാലും മതി, ഈ ആങ്കർ ചോദിക്കുന്നൊരു ചോദ്യത്തിൽ മിക്കവാറും മോഹൻലാൽ തുടങ്ങുന്നത് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും പറയുക. അപ്പോൾ തീർച്ചയായും ഈ ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും നിഷേധിക്കും. അതേസമയം തന്നെ കുറ്റം ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം എന്നൊരൊറ്റ നിലപാടിലൂന്നിയാകും ഒരുപക്ഷെ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുക. അരുൺ സോളമൻ, എപ്പോഴാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നത്? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം മോഹൻലാൽ നൽകും എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അഥവാ എല്ലാ ചോദ്യങ്ങളും മോഹൻലാൽ എടുക്കുമോ? അതല്ല, മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന ഒരു ചടങ്ങുണ്ട്, അത് മറ്റൊരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ അറിയുന്നത്. അത് പ്രേക്ഷകരൊന്ന് വിശദീകരിക്കൂ. ഓപ്പൺ ഓൾ ടു ഓൾ ക്വസ്റ്റ്യൻസ് ആണോ? അങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അതോ ആ ചടങ്ങിനെക്കുറിച്ച് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ? ഗുഡ് മോർണിംഗ് അരുൺ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് 2 ആഴ്ചകൾക്ക് അടുക്കുമ്പോഴാണ് മോഹൻലാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ എത്തുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ അദ്ദേഹം എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ കേരള ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് വരുന്ന സെപ്റ്റംബർ മാസം 2-ാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 2-ാം തീയതി തൊട്ട് 18 വരെ നടക്കുന്ന ഈ ഒരു ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ലോഞ്ചിങ് ആണെന്ന് ഹോട്ടൽ ഹയാത്തിൽ വെച്ച് നടക്കുക. ഈ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് മോഹൻലാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ എന്തായാലും കഴിഞ്ഞ ഈ 2 ആഴ്ചയോട് അടുക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് AMMA ഒരു ഔദ്യോഗിക പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി അവർ പ്രതികരണത്തിന് തയ്യാറായത് തന്നെ. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ AMMയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് രാജിവെക്കേണ്ടുന്ന ഒരു ഘട്ടമൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ചലച്ചിത്ര മേഖലയിൽ പ്രധാനപ്പെട്ട 2 രാജികൾ ഇതിനോടകം തന്നെ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വലിയ വിവാദങ്ങൾ, വലിയ തുറന്നു പറച്ചിലുകളൊക്കെ നടക്കുന്ന ഒരു അവസരത്തിലാണ് മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു താരം മോഹൻലാൽ ഇന്ന് തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. തലസ്ഥാനത്ത് അദ്ദേഹം വരുമ്പോൾ തന്നെ 3 പരിപാടികളിൽ ഔദ്യോഗികമായി അദ്ദേഹം പങ്കെടുക്കും. ഉച്ചയോടുകൂടി 12 മണിക്കാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക ലോഞ്ചിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ശേഷമോ അല്ലെങ്കിൽ ഇതിന് മുന്നോടിയായിട്ടോ ആയിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കൃത്യമായിട്ട് മാധ്യമങ്ങളെ കാണുന്ന സമയം എന്തായാലും ഇതുവരെയും നമ്മളോട് അറിയിച്ചിട്ടില്ല. ഇതിനുശേഷം 2:30 തന്നെ ബേബി ജോൺ അനുസ്മരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം അരുൺ, ഇന്ന് വൈകുന്നേരം 5:30 തന്നെ കവിയും ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേക ദിനത്തോടനുബന്ധിച്ച് നിശാഗന്ധിയിൽ ശ്രീമോഹനം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ വിവാദങ്ങൾ, പ്രധാനപ്പെട്ട കൊല്ലം MLA ആയിട്ടുള്ള മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അടക്കം യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അടക്കമുള്ള പ്രതിഷേധ മാർച്ചുകൾ തലസ്ഥാനത്തും കൊല്ലത്തും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനോടനുബന്ധിച്ച് ഇന്നിപ്പോൾ നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ശ്രീകുമാരൻ തമ്പിയ ആ വേദിയിലും മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു തുറന്ന തിയേറ്ററിൽ, അതായത് നിശാഗന്ധി എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ തിയേറ്ററാണ്, ആ വേദിയിൽ മോഹൻലാൽ പങ്കെടുക്കുമ്പോൾ, മലയാളത്തിൻ്റെ പ്രിയതരം പങ്കെടുക്കുമ്പോൾ എന്തായിരിക്കും ആ വേദിയിൽ സംസാരിക്കുക എന്നുള്ളത് മലയാളികൾ ഒന്നടങ്കം നോക്കിക്കാണുന്നുണ്ട്. അതുമാത്രമല്ല ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ പ്രസ് മീറ്റിൽ മോഹൻലാൽ ഈ വിഷയങ്ങളിൽ സംസാരിക്കുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഇതിനോടകം മലയാളത്തിലെ ഒട്ടനവധി നടികൾ ചൂഷണങ്ങൾ നേരിട്ടുന്നുള്ള തുറന്നു പറച്ചിലുകൾ വരുന്നുണ്ട്. തൻ്റെ സഹപ്രവർത്തകർ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നു. 2017 ശേഷം ഒട്ടനവധി നടികൾ തുറന്നു പറച്ചിലുകൾ നടത്തിയ പലരും WCC അംഗങ്ങൾ അടക്കമുള്ളവർ മലയാള സിനിമയിൽ വിലക്കുകൾ നേരിട്ടു. ഈ ഘട്ടത്തിലൊന്നും തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളൊന്നും തന്നെ ഇവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടില്ല. ഇതിലൊക്കെയും കടുത്ത വിമർശനം നേരിട്ടിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളടക്കം പലരും എഴുതി കണ്ടു. അത് തന്നെ ഇന്ന് ഇപ്പോൾ തലസ്ഥാനത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന്റെ പ്രതികരണം ഒരു കുതിർന്ന മട്ടിലാകുമോ, അല്ലെങ്കിൽ ഈ മഴയിൽ മുങ്ങിപ്പോകുന്ന ഒരു പ്രതികരണമായിരിക്കുമോ മോഹൻലാൽ നടത്തുക എന്നുള്ളതും നോക്കിക്കാണേണ്ടതുണ്ട്. അരുൺ, നനഞ്ഞ പ്രതികരണമാകുമോ എന്നാണ് അരുൺ സോളമൻ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോഹൻലാലിനോട് KCA ഇന്നിപ്പോൾ ഈ KCL കേരള ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് വേണ്ടിയാണ് മോഹൻലാൽ എത്തുന്നത്. പക്ഷേ KCA അറിയിച്ചിരിക്കുന്നത് മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. സ്വാഭാവികമായും KCLന്റെ ചോദ്യങ്ങൾ ചോദിക്കും. നേരത്തെ ഒരു പ്രമുഖ നടനും കേന്ദ്രമന്ത്രിയും നമ്മളോട് പറഞ്ഞത് താൻ ഇറങ്ങി വരുന്ന സ്ഥലത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വേണം തന്നോട് ചോദിക്കാൻ. ഹയാത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഹയാത്തിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കണമെന്നാണോ? KCLനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ എന്നുള്ളതായിരിക്കില്ല. ഓപ്പൺ ടു ഓൾ ക്വസ്റ്റ്യൻസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അരുൺ സോളമൻ? ചോദ്യത്തിന് നിയന്ത്രണമൊന്നുമില്ലല്ലോ.
ഇല്ല തീർച്ചയായിട്ടും അരുൺ, മാധ്യമങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടനും എം പിയുമായിട്ടുള്ള സുരേഷ് ഗോപി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് താൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ ഓഫീസിൽ നിന്നുള്ള ചോദ്യം ചോദിക്കണം. ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നേരിട്ടുണ്ട്. എന്തായാലും മോഹൻലാൽ അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് എന്തായാലും പോകില്ല എന്ന് തന്നെ അരുൺ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, തത്സമയം റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് കാണാം. മോഹൻലാലിലൂടെ ഞങ്ങളുടെ പ്രതിനിധികൾ, ഒന്നല്ല 2 പ്രതിനിധികളുണ്ടാവും പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ. ആ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. AMMയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതെ രാജിവെച്ച് ഒളിച്ചോടി എന്നൊരു ആരോപണം മോഹൻലാലിന് നേർക്കുണ്ട്. ആ ആരോപണത്തെ ആയിരിക്കും ഒരുപക്ഷെ ആദ്യം ഉണ്ടാവുക. AMMയിലെ മറ്റ് സഹപ്രവർത്തകർക്ക് ഈ ആരോപണം നേരിടുമ്പോൾ അതിൽ എന്താണ് വേണ്ടത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടികൾ ആവശ്യമില്ലേ? മുകേഷ് MLA രാജിവെക്കേണ്ടതുണ്ടോ? താങ്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് താങ്കൾ ഭയക്കുന്നുണ്ടോ? ആരോപണം ഉന്നയിച്ച വ്യക്തികളെ സംരക്ഷിക്കാൻ AMMA തയ്യാറാകുമോ? AMMയിൽ പുതിയ അഴിച്ചുപണിയിൽ പുതിയ പുതുമുഖങ്ങൾ വേണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മോഹൻലാലിന് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ. എല്ലാ ചോദ്യത്തിനും മോഹൻലാലിൻ്റെ ഉത്തരം വളരെ സേഫ് സോൺ പിടിച്ചിട്ടുള്ളതായിരിക്കും. മോഹൻലാൽ എപ്പോഴും മറുപടി പറയുന്നത് പ്രേക്ഷകർ കണ്ടിട്ടില്ലേ, 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല. വളരെ കൃത്യമായിട്ടാണ് പറയുക. പക്ഷേ കുറച്ച് സമയമെടുത്തായിരിക്കും അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറയുക. മറ്റു ചോദ്യങ്ങൾ അദ്ദേഹം എൻ്റർടൈൻ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KCL ചോദ്യങ്ങൾക്കും അപ്പുറം നമുക്ക് കാത്തിരിക്കാം. 12 മണിക്കാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുക. പ്രിയപ്പെട്ട